അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ വീഡിയോയിൽ ഇമാം അബൂ ഹനീഫ തങ്ങളുടെ അടുക്കൽ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണോ അല്ലയോ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് നാം നടത്തിയത്. എന്നാൽ ഇന്ന് നമ്മുടെ ഇമാമായിട്ടുള്ള ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഫാത്തിഹയിൽ പെട്ടതാണോ ബിസ്മി എന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ്. ഷാഫിഈ മദ്ഹബിൽ ബിസ്മി ഫാത്തിഹയിൽ പെട്ടത് തന്നെയാണ്. അതിന് എന്തെല്ലാം തെളിവുകൾ നമ്മുടെ മദ്ഹബിൽ നമുക്കുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പരാമർശിക്കുന്നത്. തഫ്സീർ ബൈളാവി തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഉദ്ധരിക്കുന്നു. ഫാത്തിഹ തുടങ്ങുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിനൽ ഫാത്തിഹത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഫാത്തിഹയിൽ പെട്ടതാകുന്നു. വഅലൈഹി ഖുറാഉ മക്ക, ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണെന്ന പക്ഷത്താണ് മക്കയിലെ ഖാരിഉകൾ. വൽ കൂഫ, കൂഫയിലെ ഖാരിഉകളും. വഫുഖഹാഉഹുമ, മക്കയിലെയും കൂഫയിലെയും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും. വബ്നുൽ മുബാറക് റഹിമഹുല്ലാ, ഇബ്നുൽ മുബാറക് റഹിമഹുല്ലയും. വശാഫിഈ, നമ്മുടെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയും ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണെന്ന അഭിപ്രായക്കാരാകുന്നു. എന്നാൽ വഖാലഫഹും, ഇവരോട് എതിരായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന അഭിപ്രായക്കാരാണ് ആര്? ഖുറാഉൽ മദീന വൽ ബസറ, മദീനയുടെയും ബസറയിലെയും ഖാരിഉകൾ. വഫുഖഹാഉഹ, അവിടെയുള്ള ഫുഖഹാക്കളും. മാലിക് റഹിമഹുല്ലയും വൽ ഔസാഇ റഹിമഹുല്ലയും, ഇവരൊക്കെ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന പക്ഷക്കാരാണ്. തുടർന്ന് ഇവിടെ പറയുന്ന വിഷയമുണ്ട്. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണെന്നതിനുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് മഹാനായ ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി പരാമർശിക്കുന്നു. വലന, നമുക്കുണ്ട് അഹാദീസു കസീറത്തുൻ, ധാരാളം ഹദീസുകൾ നമുക്കുണ്ട്. മിൻഹാ, അതിൽപ്പെട്ടതാണ് മാറുവിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. എന്താണ് ഹദീസ്? അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തങ്ങൾ പറഞ്ഞു, ഫാത്തിഹത്തുൽ കിതാബി സബ്ഉ ആയാത്തിൻ, ഫാത്തിഹത്തുൽ കിതാബി, ഫാത്തിഹ സൂറത്ത് സബ്ഉ ആയാത്തിൻ, 7 ആയത്തുകളാകുന്നു. ഊലാഹുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിലെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാകുന്നു. ഈ ഹദീസ് ഷാഫിഈ മദ്ഹബുകാർക്ക് തെളിവാകുന്നു. വഖൗലു ഉമ്മി സലമത റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഖൗലുമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതി. വഅദ്ദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയതൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ ഒരു ആയത്തായിട്ട് എണ്ണുകയും ചെയ്തു. വളരെ വ്യക്തമാണ്. വൽ ഇജ്മാഉ, ഇജ്മാഉം നമുക്ക് തെളിവുണ്ട്. എന്താണ് ഇജ്മാ? അല അന്ന മാ ബൈന ദഫതൈനി കലാമുല്ലാഹ്, പരിശുദ്ധ ഖുർആനിന്റെ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ കലാമാണ് എന്ന തെളിവും നമുക്കുണ്ട്. ബിസ്മി ഫാത്തിഹയുടെ ആദ്യത്തിൽ കൊടുത്തത് കൊണ്ട് ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ്. വീണ്ടും ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി പരാമർശിക്കുന്നു, വൽ വിഫാഖു അലാ ഇസ്ബാതിഹാ ഫിൽ മസാഹിഫി, മുസഹഫുകളിൽ അത് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് തെളിവാകുന്നു. മുബാലഗത്തി ഫീ തജ്രീദിൽ ഖുർആനി ഹത്താ ലം യുക്തബ് ആമീൻ, പരിശുദ്ധ ഖുർആനിൽ പെടാത്ത ആമീൻ എന്ന വാക്ക് പോലും പരിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്താത്ത വിധം, പരിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടാത്ത ഒന്നും അതിൽ പ്രവേശിക്കാതിരിക്കാനുള്ള സകല ജാഗ്രതയും പാലിച്ചുകൊണ്ട് ജംഅ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പരിശുദ്ധ ഖുർആനിൽ ബിസ്മി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതും നമുക്കുള്ള തെളിവാണ് എന്ന് മഹാനായ ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് അനുകൂലമായിട്ട് പറയുകയാണ്. ഇങ്ങനെ ഷാഫിഈ മദ്ഹബുകാരുടെ അടുക്കൽ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഈ അടിസ്ഥാനത്തിലാണ് ലോകത്ത് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഫോളോ ചെയ്യുന്ന നാടുകളിൽ ബിസ്മി ഉറക്കെ ഓതിക്കൊണ്ട് തന്നെ ആ അഭിപ്രായത്തോട് ഐക്യദാർഢ്യം കാണിച്ചുകൊണ്ട് ഇന്ന് ലോകത്ത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ഫോളോ ചെയ്യുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ ഐക്യകണ്ഠേന ഒരേ സ്വരത്തിൽ അണിനിരന്ന് മുന്നോട്ട് പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇമാമുകളെ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അവരുടെ കാൽപാദങ്ങൾ പിന്തുടർന്ന് ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.